രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ PV അൻവർ എന്ന ഒരു മുൻ MLA നിലമ്പൂർ മുൻ MLA PV ശ്രീനിജൻ എന്ന ഒരു മുൻ MLA, അതായത് ഇവർ രണ്ടുപേരും പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു. പല രീതിയിൽ മാധ്യമങ്ങളെ, മാധ്യമപ്രവർത്തകരെ ഒക്കെ കേസുകളിൽ കൊടുക്കുക, അവരെ ഉപദ്രവിക്കുക, അവരുടെ സ്ഥാപനങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് റെയ്ഡ് ചെയ്യിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് PV ശ്രീനിജൻ എന്ന മുൻ MLA നേതൃത്വത്തിൽ ചെയ്തത്. ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇത്തരത്തിൽ റെയ്ഡ് ചെയ്ത് എത്രയോ യൂണിറ്റുകൾ, അതായത് ക്യാമറ അടക്കം, സിസ്റ്റങ്ങളടക്കം, എഡിറ്റ്യൂട്ടുകളടക്കം എടുത്തുകൊണ്ടുപോയി. അതൊക്കെ ഇനിയും തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. കോടതി ഉത്തരവുണ്ടായിരുന്നു. അത്തരത്തിൽ എൻ്റെ സ്ഥാപന മേധാവിയായിരുന്ന വ്യക്തി പലതരത്തിൽ കേസിൽ കൊടുക്കാനൊക്കെ ഈ PV ശ്രീനിജൻ എന്ന പഴയ കുന്നത്തുനാട് MLA ശ്രമിച്ചതാണ് പലകുറി. അങ്ങനെ മാധ്യമങ്ങളെ, സത്യങ്ങൾ തുറന്നു പറയുന്നവരെ, കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നവരെ, പിണറായിസത്തിന് എതിരെ നിൽക്കുന്നവരെയൊക്കെ തന്നെ വേട്ടയാടുന്ന ഒരു പൊതുരീതിയാണ് PV ശ്രീനിജൻ എന്ന വ്യക്തി കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം വന്നിരിക്കുന്നു. മണ്ഡലത്തിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നു എന്ന പരാതിയിലാണ് ഇപ്പോൾ PV ശ്രീനിജൻ എന്ന മുൻ MLA-ക്കെതിരെ വിജിലൻസ് അന്വേഷണം, പ്രാഥമിക അന്വേഷണം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ UDF സർക്കാർ വന്നതിന് തൊട്ടു പിന്നാലെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ CSR ഫണ്ട് വാങ്ങി നടപ്പാക്കിയ പദ്ധതിയിൽ 1,90,00,000 രൂപയുടെ ക്രമക്കേട് നടന്നു ഈ PV ശ്രീനിജന്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി കിട്ടിയിരിക്കുന്നത്. സ്ലേറ്റ് എന്ന പേരിൽ കുന്നത്തുനാട് മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ BPCL-ന്റെ CSR ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. സെന്റ് തെരേസാസ് വെൽഫെയർ സൊസൈറ്റി ആയിരുന്നു നടത്തിപ്പുകാർ. ആദ്യഘട്ടത്തിൽ 2023-24 അധ്യയന വർഷത്തിൽ തുടങ്ങിയ പദ്ധതിക്ക് 2 ഘട്ടങ്ങളിലായി 1,90,00,000 രൂപ BPCL നൽകി എന്ന് പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട്. ഈ ഒരു ഫണ്ട് കൃത്യമായി, അല്ലെങ്കിൽ ഈ ഒരു പണം കൃത്യമായി പദ്ധതിയിലേക്ക് എത്തിയില്ല. ഇതിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി, അതിൽ ചുക്കാൻ പിടിച്ചത്, അതിന് വേണ്ട നേതൃത്വങ്ങളൊക്കെ നൽകിയത് അതായത് ഈ പണം ഉപയോഗിച്ച് ഒരു പ്രവർത്തനവും നടത്തിയില്ല. പദ്ധതിയുടെ മറവിൽ ശ്രീനിജൻ സ്വന്തം നിലയ്ക്ക് പണപ്പിരിവ് നടത്തിയെന്നുമാണ് പരാതിക്കാരന്റെ ആരോപണം. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയ്സൽ എന്ന വ്യക്തി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിലാണ് സർക്കാർ മാറിയതിന് പിന്നാലെയുള്ള ഈ അന്വേഷണം നടക്കുന്നത്. പദ്ധതി നടത്തിപ്പ് സുതാര്യമാണെന്നും കാര്യങ്ങൾ വിജിലൻസിന് വിശദീകരിക്കുമെന്നും നടത്തിപ്പുകാരായ സെന്റ് തെരേസാസ് വെൽഫെയർ സൊസൈറ്റി അറിയിച്ചു. അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്ന് PV ശ്രീനിജൻ പറയുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിരവധി ക്രമക്കേടുകൾ MLA ആയിരുന്നപ്പോൾ വലുതും ചെറുതുമായി ഇദ്ദേഹം നടത്തിയതായുള്ള പരാതികൾ നിരവധിയുണ്ട്. പലരും പരാതിപ്പെട്ടിട്ടില്ല. കാരണം ഇയാൾ ഈ പിണറായിയുടെ സ്വന്തം ആളായ ശക്തനായ ഒരു MLA, കുന്നത്തുനാട് അടക്കി ഭരിച്ചിരുന്ന ഒരു MLA, ഇയാളെ എല്ലാവർക്കും ഭയമായിരുന്നു. കേസുകൾ കൊടുക്കുക, പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുക തുടങ്ങിയ കാര്യങ്ങളാണ് PV ശ്രീനിജൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോകും. ഇയാൾ 1,90,00,000 രൂപയുടെ ക്രമക്കേട് ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എത്ര കിട്ടി എന്നുള്ളതിനെ കുറിച്ചുകൂടി വ്യക്തമായി അന്വേഷിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, തട്ടിപ്പുകളൊക്കെ തന്നെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായിയുടെ സ്വന്തം MLA-മാരായ പലരും ചെയ്തു കൂട്ടിയിരുന്നു. CPM നേതാക്കൾ പോലും പല തട്ടിപ്പും നടത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ CPM ഭരിച്ചിരുന്നപ്പോൾ പിണറായിയുടെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ CPM നേതാക്കൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പുകളെ കുറിച്ചുള്ള പരാതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതെല്ലാം തന്നെ കോട്ടഞ്ഞിട്ട് അന്വേഷിക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. ജനങ്ങളുടെ പണം, പാവപ്പെട്ടവൻ്റെ പണം, സാധാരണക്കാരൻ്റെ നികുതി പണം, ഇതുപോലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള പദ്ധതികൾ അട്ടിമറിച്ച് ഒക്കെ തന്നെ സ്വന്തം കീശയിലാക്കുന്ന ഇത്തരം നടപടികൾ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ്.